ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു കുഞ്ഞൊരു വ്ലോഗാണ്. അപ്പോൾ രാവിലെ അരിയടപ്പത്ത് കുഞ്ഞൻ വന്ന് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിറകെ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ മാവ് നന്നായിട്ട് പുളിച്ചിങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഇത് എപ്പോഴൊന്നും കിട്ടാറില്ല, ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചീറ്റി പോകാറുണ്ട്, കാരണം നല്ലപോലെ പൊങ്ങി വരത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇഡലിക്കായാലും ദോശയ്ക്കായാലും ഇങ്ങനെ നല്ലപോലെ പുളിച്ച് പൊങ്ങി വരുവാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത് നല്ല സ്പോഞ്ച് പോലിരിക്കും. അങ്ങനെ ഒരു അന്നേരം നല്ല ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇത്രയും മാവ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ 2 ദിവസത്തേക്കായിട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനും കുഞ്ഞിനേലേ ഉള്ളൂ, അപ്പോൾ കുറച്ചൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം കുറച്ച് അരച്ചങ്ങ് മാറ്റിയിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇതാ ഇന്ന് രാവിലത്തേക്കുള്ളത് മാത്രം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കി അങ്ങനെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കഴിഞ്ഞൊരു ദിവസം വന്നൊരു കമൻറ്റാണ്, ഇങ്ങനെയുള്ള ഡ്രസ്സ് എനിക്ക് ചേരുന്നില്ല, പിന്നെ കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ, അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ വീട്ടിൽ, അപ്പോൾ അവരാരും ഒന്നും പറയത്തില്ല എന്നൊക്കെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നത് കുഞ്ഞൻ തന്നെയാണ് എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ച് തരുന്നത്. ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു, അത് വീട്ടിൽ നിൽക്കുന്ന സമയത്താട്ടോ. അപ്പം പറയുമായിരുന്നു ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ജീൻസ് ഒന്നും യൂസ് ചെയ്യരുതെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പാടേ ഉപേക്ഷിച്ചായിരുന്നു. ഞാൻ അതിന് മുന്നേ ജീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പാടെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞൻ തന്നെയാണ് പറഞ്ഞത്, നിനക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇഷ്ടമാണ്, നീ അത് ഇട്ടോ, അതിന് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ ആൾ തന്നെയാണ് എനിക്കിപ്പോൾ എല്ലാം വാങ്ങിച്ചു തരുന്നത്. ആരെയും നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ആൾ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ആളുടെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതിയല്ലോ. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി നമ്മൾ എങ്ങനെ ജീവിക്കാൻ? അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ധരിക്കുന്നു. എനിക്ക് ഇതാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ടീഷർട്ട് എല്ലാ വീഡിയോയ്ക്കകത്തും ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷോർട്സിൻ്റെ കാര്യമാണോ ആൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഷോർട്സ് ആണെങ്കിൽ ഞാൻ ഷോർട്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മുട്ടിൻ്റെ അവിടം വരെയുള്ളൊരു ഷോർട്സാണ്. എനിക്ക് അത്ര വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് കാണിച്ചത് തന്നെ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഷോർട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോയിലൊന്നും അധികം കാണിക്കാറില്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ കാണാതെ പോയത്. കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഫുള്ളായിട്ട് ഞാൻ പുറത്തുനിന്ന് കയറി വരുന്നൊരു സീനകത്ത് കാണിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണോ ആളങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യമല്ല കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒരു പാനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് സവാള ആയിട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഉരുളൻകിഴങ്ങ് ഞാൻ കൂടുതലായിട്ട് ഇടുന്നുണ്ട്, കാരണം ഇവിടെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഉരുളൻകിഴങ്ങ് ഒരുപാട് ഇട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ വേറെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉരുളൻകിഴങ്ങ് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സവാളയും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി തോലോടുള്ളതായിട്ട്, തൊലി കളഞ്ഞിട്ടില്ല, അതോടെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചതച്ചെടുത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് 2 എണ്ണം അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ആട്ടോ ഇട്ട് കൊടുക്കുന്നത്, അതും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സംഭവം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയത് സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഉണ്ട് കേട്ടോ. അതിനുശേഷം എന്താ കുറച്ച് കറിവേപ്പില മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഇരിപ്പിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില. പിന്നെ ഇതാ ഇതിൻ്റെ ഇടയിലൂടെ ആയിട്ട് ഞാൻ ദോശയും കൂടെ ചുട്ടു കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് കഴിക്കേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നു, പോകണമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ചുട്ടു കൊടുക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലൂടെ തന്നെ. അപ്പോൾ ഇതാ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് ബിരിയാണി മസാല ആയിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നും ഇതിനകത്ത് പൊടികളൊന്നും ചേർക്കുന്നില്ല. ബിരിയാണി മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് രണ്ടിനും ഉച്ചക്കലത്തേക്കുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പിടാതെ വേവിച്ച റൈസ് ആയതുകൊണ്ട് തന്നെ പിന്നീട് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്ന് ഇളക്കി നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാട്ടോ. അങ്ങനെ ഇതാ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് ഒന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കറികളുടെ ആവശ്യം ഒന്നുമില്ല കേട്ടോ. അഥവാ വേണമെങ്കിൽ അച്ചാർ, സലാഡ്, പപ്പടം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റി. ഇന്ന് കുഞ്ഞിന് ഞാൻ ഉച്ചയ്ക്ക് സലാഡും പിന്നെ അച്ചാറും കൂടെ കൂട്ടിയാണ് കൊടുത്തു വിട്ടത്. ആൾക്ക് അച്ചാറുകൾ അങ്ങനെ ഇഷ്ടമല്ല. മീനച്ചാർ, ബീഫ് അച്ചാർ ഇതൊക്കെ മാത്രമേ ആൾക്ക് അങ്ങോട്ട് പോകത്തുള്ളൂ. മീനച്ചാർ ഇച്ചിരി ഇരുന്നത് കൊണ്ട് ഞാൻ അത് കൂട്ടിയാണ് കൊടുത്തു വിട്ടത്. ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഈ തട്ടിക്കൂട്ടി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുകൂട്ടുള്ള തട്ടിക്കൂട്ടി റെസിപ്പീസ് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന്
അറിയിക്കണം കേട്ടോ, ഒന്ന് പറഞ്ഞു തരണം. കാരണം എനിക്കിപ്പോൾ അത് ഉപകാരപ്പെടും. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അധികം നേരം നിന്ന് കുക്ക് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണം, ഒരുപാട് ഉപകാരപ്പെട്ടേനെ. പിന്നെ ഹായ് പറയാൻ കുറച്ച് കൂട്ടുകാരൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ജീവ, ജെയ്സൺ, അക്കു, കുഞ്ഞു, ഐദിവ്യ എന്നിവരായിട്ടോ പറഞ്ഞിരുന്നത്. ഇനി പേരുകളിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ 3 പേർക്കും എൻ്റെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ ആ കുഞ്ഞിനെയൊക്കെ പറഞ്ഞു വിട്ടു. അതിനുശേഷം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാമായിരുന്നു കേട്ടോ. ഞാനൊരു കുഞ്ഞൊരു കപ്പിനകത്ത് പിടിച്ചാണ് ഒഴിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നാശമായി എന്ന് വേണമെങ്കിൽ പറയാം. മുറ്റത്ത് നിന്ന് ചെടികളും എല്ലാം കുറേയൊക്കെ പോയി കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാനൊന്നും പറ്റാതെ എപ്പോഴൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ അതുകൊണ്ട് പിന്നെ ഒന്നും ഒഴിപ്പൊന്നുമില്ല. കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടൊന്ന് ഒഴിക്കാനൊക്കെ പാടാണ്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വന്ന് നേരെ ഇവിടെ കിടക്കുകയായിട്ട് കിടന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടുവിന് കുറേ നേരം ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഞാൻ കമിഴ്ന്ന് ഇങ്ങനെ കിടക്കും. മലർന്ന് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നേരം നല്ല വേദനയായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം കമിഴ്ന്നൊക്കെ കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്ത് കേട്ടോ. കുഞ്ഞൻ പോയതിന് ശേഷമാണ് ഞാൻ വന്ന് എക്സസൈസൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ എഴുന്നേറ്റ് വന്നു, ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ദോശയും ഇന്നലത്തെ ചിക്കൻ്റെ ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയാണ് കഴിക്കുന്നത്. കുഞ്ഞൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി അവിടെ കറി വെച്ചിട്ട് പോയി കേട്ടോ. ആളുടെ ദോശയുടെ തന്നെ പകുതി ബാക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ചുടാനൊന്നും നിന്നില്ല, അത് തന്നെയാണ് കഴിച്ചത്. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നീട് വന്ന് കിച്ചൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. നമ്മൾ ഫുഡെല്ലാം വെക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഇങ്ങനെ എണ്ണയായാലും കറിയൊക്കെ ആയാലും തെറിച്ചൊക്കെ വീണിങ്ങനെ കിടക്കുമല്ലേ. കൈയോടെ തുടച്ചില്ലെങ്കിൽ ഒരുമാതിരി അങ്ങ് കിടക്കും, പിന്നെ സ്മെല്ലൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി നനഞ്ഞ് തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണ്. കുഞ്ഞിനിപ്പോൾ അധികം ഞാൻ കിച്ചണിലോട്ട് ഇങ്ങനെ കയറ്റുന്നില്ല. ആൾക്ക് ഇപ്പോൾ ഒരുപാട് നേരം നിൽക്കുമ്പോൾ കാലിന് നല്ല ബുദ്ധിമുട്ട്. നിന്നിലേലും ഇപ്പോൾ ഒരു വേദനയായിട്ട് ഒരാഴ്ചക്ക് മുകളിലായി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കാലിന് വേദന നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഉള്ളിലൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കുഞ്ഞിനെയും കൊണ്ട് അധികം നേരം നിർത്തിയാൽ പിന്നെയും വേദനയൊക്കെ പിന്നെ പാടാണ്. ആൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആ സമയമൊന്നും ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പേടി ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ബെഡ് റെസ്റ്റൊക്കെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല, എന്തെങ്കിലും പതുക്കെ ഇരുന്ന് ചെയ്യുകയാണ്. ഇതിന് മുന്നേയും ബെഡ് റെസ്റ്റ് എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല എനിക്ക്. കാരണം ഞാൻ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആൾ ചെയ്യുന്നെങ്കിലും കൂടെ വന്ന് നിൽക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. അത്ര നേരം ഞാൻ നോക്കിയപ്പോൾ ഞാൻ നിൽക്കുകയാണ്, ആൾ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാ വെറുതെ ഒരാൾ നിന്നിട്ട് അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിനോട് പറയും ഇനി ഒന്നും ചെയ്യാൻ വരണ്ട, അവിടെ നില്ല്, എനിക്കൊന്നും പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പിറകെ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് അങ്ങനെ ഇവിടേക്ക് ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയൊക്കെ ആക്കി എടുത്തിട്ട് പാത്രങ്ങളൊന്നും ഇപ്പം കഴുകാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും കിടപ്പായി പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് പോയി റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ബാക്കി ഒക്കെ പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വെച്ചു. പാത്രങ്ങളായാലും ഞാനിങ്ങനെ ഫുള്ളിങ്ങനെ ഇരുന്ന് കഴുകുന്നില്ല. ഇന്ന് ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒന്നും കഴുകിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറേശ്ശെയായിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ. നമ്മളൊരു 2-3-4 പാത്രം കഴുകുക, പിന്നീട് പോയി റെസ്റ്റ് എടുത്തിട്ട് പിന്നീട് വന്നിട്ട് ബാലൻസ് കുറച്ച് കഴുകിയിട്ട് അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ കഴുകാമെന്ന് വെച്ചു. അതാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ആശ്വാസമുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരുപാട് പണിയുണ്ടെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് എനിക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇഷ്ടത്തിന് എപ്പോഴാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. നേരത്തെ അങ്ങനെയൊന്നുമല്ല. ഞാനാണെങ്കിൽ നിന്ന് പണിയെടുത്തിട്ടുണ്ട്. കാരണം എത്ര വേദന ഉണ്ടെങ്കിലും ശരി തന്നെ അത് പണിയെല്ലാം തീർത്ത് എല്ലാം വെച്ചതിന് ശേഷമായിരുന്നു പോയി റെസ്റ്റ് എടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ വേദന സഹിച്ചൊന്ന് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. ആ വേദന കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ പണിയെടുക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്ക് പിന്നീട് നമുക്കത് കുറയത്തേയില്ല, കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെ കൂടി നിന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം അതിൻ്റെ ആ ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. ഇടയ്ക്ക് നമുക്ക് വന്ന് എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ഇപ്പം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പിന്നീട് വന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നീട് പോയി കഴുകാറാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ സീനില്ലാതെ പോകുന്നു തോന്നുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ ഞാൻ പിന്നെ പോയി കിടന്നിട്ട് പിന്നെ കുറച്ച് നേരം നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു സമയത്ത് ചെയ്തിട്ട് പിന്നീട് വന്നിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡ് അങ്ങനെ വന്ന് കഴിച്ചു. ഒന്ന് നമുക്ക് റൈസിൻ്റെ കൂടെ ഞാൻ അച്ചാർ മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ
അച്ചാറും കൂട്ടി കഴിച്ചാൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ, അതിൽ കുറച്ച് മാത്രമേ ഞാൻ കഴുകുന്നുള്ളൂ ഇപ്പം, ബാക്കി പിന്നീട് വന്ന് കഴുകി വെക്കാമെന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങൾ മേളിൽ കിടന്നതെല്ലാം ഒന്ന് കഴുകി പറക്കി അവിടേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീടും പോയി കിടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ന് 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ പാത്രങ്ങൾ കഴുകി തീർത്തത്. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ഈ പറക്കി വെക്കാനൊക്കെ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ ഞാൻ അത് നല്ലപോലെ ഉണങ്ങിയിരിക്കും കേട്ടോ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് പറക്കി എല്ലാ സ്ഥലത്തും വെക്കുന്നുണ്ട്. പിന്നെ ഈ പാത്രം കഴുകിയൊക്കെ വെക്കുന്ന ഈ സ്റ്റാൻഡ് കഴുകിയിട്ട് കുറേ ദിവസമായി. മറ്റേത് ഞാൻ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും കഴുകുന്നതാണ്. ഇതിപ്പം കഴുകാത്തതുകൊണ്ട് മൊത്തം അഴുക്കേറിയിരിക്കുകയാണ്. ഇങ്ങനെ വെള്ളം എപ്പോഴും വീണുകൊണ്ടേ ഇരിക്കുമല്ലോ, അപ്പം പൊടിയെല്ലാം അടിച്ച് കയറിയിട്ട് അതിനകത്ത് ഒരുമാതിരി അഴുക്ക് പിടിച്ച് ഒരുമാതിരി പരിപാടി ഇരിക്കുകയാണ്. അതൊന്ന് കഴുകണം. കുഞ്ഞനെപ്പോഴും പറയും ഞാൻ കഴുകി തരാടി എന്നിങ്ങനെ പറയും. ആളെ ഞാൻ ഓർമ്മിപ്പിക്കത്തില്ല, ആൾ പിന്നെ അങ്ങ് വിട്ടു പോകും കേട്ടോ. കാരണം ഒരുപാട് സമയം എടുക്കും അതൊന്ന് കഴുകി എടുക്കാൻ വേണ്ടി. കുറേ അഴുക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ സ്ഥിരമായിട്ട് കഴുകുകയാണെങ്കിൽ അതിനകത്ത് അഴുക്കില്ല, പെട്ടെന്ന് കഴുകി എടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ആളെ ഓർമ്മിപ്പിക്കത്തൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചിട്ട് പിന്നെയും പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. എഴുന്നേറ്റ് വന്നിട്ട് ഞാനിത് രാവിലെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് മാവാട്ടോ, ഈ ദോശയുടെ മാവ് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് ഇങ്ങനെ ലാസ്റ്റ് ഇച്ചിരി കൊള്ളായിരുന്നു എടുത്തതിൻ്റെ ബാലൻസ് ഇരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് മുഖത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞാൻ കുറച്ചെടുത്ത് മുഖത്തിട്ട് കൊടുത്തു. അപ്പം മുഖത്തൊക്കെ ഒരുമാതിരി ഇങ്ങനെ ടാൻ അടിച്ച് അടങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ദോശമാവും പിന്നെ ഈ കടലമാവും അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതങ്ങനെ മുഖത്തും കഴുത്തിലൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ കുറച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കുറച്ചൊന്ന് കഴുകിയെല്ലാം എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്കാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റ ബൈ ബൈ, സീ യു.